നഷ്ടങ്ങളുടെ കണക്കുകൾ എഴുതിത്തള്ളാൻ നീ തയ്യാറാണോ? എങ്കിൽ നേട്ടങ്ങളുടെ ഒരു സ്വർഗരാജ്യം നിന്നെ കാത്തിരിപ്പുണ്ട്. നഷ്ടപ്പെടുത്തലെന്ന സുവിശേഷം രചിച്ചത് ക്രിസ്തുവാണ്. സ്വർഗം നഷ്ടപ്പെടുത്തി ഭൂമിയിലേക്ക് ജനിച്ചു വീണതു മുതൽ ആ 33 വർഷക്കാലം സ്വർഗരാജ്യത്തെ പ്രതി അവൻ നഷ്ടപ്പെടുത്തിയതിന്റെ കണക്ക് വളരെ വലുതാണ്. ആ നഷ്ടപ്പെടുത്തലിന് അവൻ വിരാമമിട്ടത് ഒടുവിൽ ശരീരവും രക്തവും ജീവശ്വാസവും കുരിശിൽ ബലിയായി നൽകിക്കൊണ്ടാണ്. നേടുവാൻ ധൈര്യം വേണം, എന്നാൽ പലതും നഷ്ടപ്പെടുത്താൻ അതിനേക്കാൾ ധൈര്യം വേണം. സുവിശേഷത്തിൽ യേശു വളരെ മനോഹരമായി പറഞ്ഞു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. ആരെങ്കിലും എന്നെ പ്രതി മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ വയലിനെയോ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ 100 ഇരട്ടിയായി അവർക്ക് തിരിച്ചു ലഭിക്കും. നഷ്ടങ്ങളൊന്നും നഷ്ടങ്ങളല്ലെന്നും നഷ്ടങ്ങളെല്ലാം നേട്ടങ്ങളാണെന്നും ഈ ഭൂമിയെ ആദ്യം പഠിപ്പിച്ചത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തുവിനെ നഷ്ടപ്പെടുത്താൻ ധൈര്യം കാണിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നിന്ന് വ്യത്യസ്തമായി ക്രിസ്തുവിന് വേണ്ടി മറ്റെല്ലാം നഷ്ടപ്പെടുത്താൻ ധൈര്യം കാണിക്കാൻ എനിക്കും നിനക്കും കഴിയുമോ? അതെ, ക്രിസ്തുവിന് വേണ്ടി ഉപേക്ഷിക്കാൻ, നഷ്ടപ്പെടുത്താൻ ധൈര്യം കാണിച്ച അനേകം വിശുദ്ധാത്മാക്കൾ നമുക്ക് മുൻപേ കടന്നുപോയിട്ടുണ്ട്. പട്ടുവസ്ത്രങ്ങളുടെ ആഡംബരങ്ങളിൽ മനസ്സുടക്കാതെ ദാരിദ്ര്യത്തെ പുൽകിയ അസീസിയിലെ ഫ്രാൻസിസും, ആത്മനാഥനെ സ്വന്തമാക്കാനായി സൗന്ദര്യം ഹോമിച്ച അൽഫോൻസാമയും, സ്വജീവനേക്കാൾ ഉപരി അപരനെ സ്നേഹിച്ച് കുഷ്ഠരോഗികൾക്കായി ജീവിതം സമർപ്പിച്ച ഫാദർ ഡാമിയനും, കോൺവെന്റിന്റെ 4 ചുവരുകൾക്കുള്ളിലെ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് തെരുവിലേക്കിറങ്ങിയ മദർ തെരേസയും, പാവങ്ങൾക്ക് വേണ്ടി പ്രാണൻ നൽകിയ റാണി മരിയയും, ക്യാൻസറിന് മുൻപിൽ തോൽക്കാതെ ജീവിച്ച് കൊതിതീരും മുൻപേ യുവത്വത്തിലെ മരണത്തെ സന്തോഷത്തോടെ സ്വീകരിച്ച ക്യാര ബദാനോയും, ആധുനികതയുടെ ആകർഷണ വലയത്തിൽപ്പെടാതെ ദിവ്യകാരുണ്യത്തെ നെഞ്ചോട് ചേർത്ത കാർലോ അക്യൂട്ടസും. അങ്ങനെ നീളുന്നു ആ പുണ്യ ജീവിതങ്ങൾ. നോമ്പെന്നാൽ സുഖമുള്ള നോവുകളാണ്. ഇനി ഒരു നോമ്പുകാലത്തിലേക്ക് നമ്മൾ മിഴി തുറക്കുമ്പോൾ ക്രിസ്തു സ്നേഹത്തെ പ്രതി ചില നോവുകൾ നമുക്കും ഏറ്റെടുത്താലോ? ലെൻഡ് എന്ന വാക്കിലെ 4 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പകർന്നു തരുന്ന ഒരു സന്ദേശമുണ്ട്. ലീവ് എവറി നെഗറ്റീവ് തോട്ട്. അതെ, നമ്മുടെ എല്ലാ ചിന്തകളും ഇനി വിശുദ്ധമായിരിക്കട്ടെ. അവരുടെ മിഴിനീരിന് കാരണമാകുന്ന ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുന്ന ഒരു ചിന്തകളും ഇനി നമ്മെ ജന്മം കൊള്ളാതിരിക്കട്ടെ.